യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി കെ ഫിറോസ്, ഗോപാലകൃഷ്ണന്റെ വാദങ്ങളെല്ലാം തന്നെ തെറ്റാണ്, കള്ളങ്ങളാണ് എന്നാണ് ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരെയും അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും വിഷയത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, ഇത് ഈ ഉദ്യോഗസ്ഥരെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്? ഇത്ര ഗുരുതരമായ ഒരു കുറ്റം ചെയ്ത, സമൂഹത്തിൽ ഇത്രയേറെ വിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച അദ്ദേഹത്തിനെതിരെ, ഗോപാലകൃഷ്ണ IAS-നെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ പോകുന്നു? രണ്ട്, ഇതിന്റെ ഉദ്ദേശം എന്താണ്? ആരാണ് ഇതിന് നിർദ്ദേശം കൊടുത്തത്? കാരണം ഇത് ഈ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇനി നമുക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അപ്പോ ഇത് അദ്ദേഹം സ്വമേധയാ ചെയ്താണോ? അങ്ങനെ സ്വമേധയാ ചെയ്യാൻ വഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ തന്നെ കമന്റിൽ നിന്ന് വ്യക്തമാണ്. അപ്പോ ആരുടെ നിർദ്ദേശമാണ് ഇത്തരത്തിലുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയത്? അത് കണ്ടുപിടിക്കപ്പെട്ടപ്പോ പിന്നെ ഉടനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം മറ്റൊരു ഗ്രൂപ്പ്, മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അപ്പോ ഇതിനകത്ത് കൃത്യമായ ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. അതിന്റെ നിർദ്ദേശം കൊടുത്തത് ഏതെങ്കിലും വ്യക്തികളാണോ, ഏതെങ്കിലും സംഘടനയാണോ? അതിന്റെ ഉദ്ദേശം എന്താണ്? മറ്റാരെങ്കിലും ഇതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രവർത്തനം നടത്തുന്നുണ്ടോ എന്നുള്ള ഗൗരവമായ അന്വേഷണം ഇതേ സംബന്ധിച്ച് നടത്തേണ്ടതുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് എന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ സർക്കാരിന്റെ ചാർജ് ഷീറ്റ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുമുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണനെ തൊടാതെ പോകുന്ന ഒരു നിലപാടിലേക്ക് തന്നെയാണ് സർക്കാരും കടക്കുന്നത് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഷീറ്റിൽ അദ്ദേഹത്തിനെതിരെ വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കുന്നതിന് പകരം വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചാർജ് ഷീറ്റാണ്, ചാർജ് മെമ്മോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് സർക്കാരിന്റെ നിലപാട്. ആ നിലപാട് ഒരിക്കലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ആ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇതേ സംബന്ധിച്ചുള്ള വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ടി വരും. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കട്ടെ. സർക്കാർ നിലപാട് വ്യക്തമാക്കിയതിനു ശേഷം നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരും. ശരി, നന്ദി ശ്രീ പി കെ ഫിറോസ്.